പകർന്നു കൊടുത്താൽ കുറഞ്ഞു പോകാത്ത ഒരേ ഒരു സമ്പത്തേ ഈ ലോകത്തുള്ളൂ, അറിവ്. അതെ, എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വിസ് എഡ്ടെക് അശ്വമേധത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അവർ ജൂറി ശ്രീ ജോ ആന്റണി. നമസ്കാരം സർ. നമസ്കാരം. ഇനി ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം അശ്വമേധത്തിന്റെ സ്വന്തം സാരഥി ഡോക്ടർ GS പ്രദീപ്. അഴകും അറിവും വിവാദവും ചരിത്രവുമൊക്കെ വല്ലാതെ ഇഴയെടുപ്പത്തോടെ ബന്ധപ്പെട്ടിരിക്കുന്ന ചില പൗരാണിക സങ്കല്പങ്ങളും ചരിത്ര കഥകളുമുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഹിപ്പേഷ്യയുടെ ജീവിതമാണ്. പിന്നീട് ഗണിതശാസ്ത്രത്തിൽ ഹിപ്പേഷ്യൻ ജോമെട്രിയുടെ വികാസത്തിലേക്ക് നയിച്ച ഹിപ്പേഷ്യ എന്ന സുന്ദരിയായ എന്നാൽ വിവിധ കലകളിൽ പ്രവീണയായ വ്യക്തിയുടെ ജീവിതം. ചരിത്രം അങ്ങനെയൊക്കെയാണ്. ഹിസ്റ്ററി എന്നത് ഹിസ് സ്റ്റോറി മാത്രമല്ല, ഇറ്റ്സ് ഹർ സ്റ്റോറി ടു. സ്വാഗതം സ്വിസ് എഡ്ടെക് അശ്വമേധത്തിലേക്ക്. ഈ ദിവസം അശ്വമേധത്തിൻ്റെ അരങ്ങിൽ അതിഥിയായി എത്തുന്നത് മലയാളികളായ കുടുംബ പ്രേക്ഷകർക്ക് ഏറെ പരിചിതമായ ഒരു ടെലിവിഷൻ താരമാണ്. പരമ്പരകളിൽ, സാമൂഹ്യ മാധ്യമങ്ങളിലെ വ്ളോഗുകളിൽ, വളരെ ചടുലമായ സംഭാഷണ ശൈലി കൊണ്ട്, വളരെ പ്രസന്നമായ ആകർഷണീയമായ അവതരണ മികവ് കൊണ്ടൊക്കെ മലയാളി പ്രേക്ഷകർക്ക് പരിചിതയാണ്. റിയാലിറ്റി ഷോയിലെ ശ്രദ്ധേയമായ സാന്നിധ്യവും അകമ്പടിയായുണ്ട്. സ്വാഗതം ചെയ്യാം ഏറെ പ്രിയത്തോടെ സജ്ന നൂർ. വാക്ക് ഇൻ പ്ലീസ്. വെൽക്കം ടു ദ ഷോ സജ്ന. സജ്ന നൂർ. നൂർ അമ്മയാണ്. സജ്നയെ പ്രേക്ഷകർക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. എങ്കിലും വളരെ പെട്ടെന്ന് സജ്ന ശ്രദ്ധ നേടിയത് ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിലൂടെയാണ്. പിന്നീട് ഇങ്ങോട്ട് സാമൂഹ്യ മാധ്യമങ്ങളിലെ നിരവധി നല്ല കണ്ടന്റുകളുള്ള ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒരു കലാകാരിയാണ്. ഇതിനപ്പുറത്ത് മറ്റൊരു സജ്നയുണ്ടല്ലോ, ഒരുപാട് ഇഷ്ടങ്ങളുള്ള, ചെറിയ പിണക്കങ്ങളൊക്കെ ഉള്ള ഒരു കൊച്ചുകുട്ടിയായിരുന്ന കാലം മുതലുള്ള സജ്നയെക്കുറിച്ച് പറയും. ഞാൻ പഠിച്ചു വളർന്നതൊക്കെ കൊല്ലത്താണ്. പിന്നെ ഈ ഫീൽഡിലോട്ട് വരുന്നത് ആഫ്റ്റർ മാരേജിന് ശേഷമായിരുന്നു. ഫീൽഡ് ഇഷ്ടമൊക്കെ ആയിരുന്നു, ഭയങ്കര ഇഷ്ടമായിരുന്നു. കുഞ്ഞുനാളിൽ തന്നെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ വേദി വന്നത് കല്യാണത്തിന് ശേഷമാണ്. എനിക്കൊന്ന് ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഏഷ്യാനെറ്റിലായാലും പല ചാനൽസിലും വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്കൊന്ന് ഏഷ്യാനെറ്റിൽ പോലത്തെ ഒരു വർക്കിൽ ബിഗ് ബോസ് എന്ന ഷോയിലാണ് ഞാൻ എല്ലാവരും അറിയപ്പെടുന്നത് തന്നെ. ഇതാണ് എൻ്റെ ലൈഫ്. ഇപ്പോൾ പരമ്പരകളുണ്ട് കൈനിറയെ. അതെ. ഇപ്പം സീരിയൽ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ഹാപ്പി ന്യൂസാണ്, എൻ്റെ ഇപ്പം കരിയർ തന്നെ ഒരു ചേഞ്ച് വരുത്തുന്ന ഒരു മൂവി വരിക. തമിഴ് മൂവിയിലോട്ട് എൻട്രി ആണ്. ശശികുമാർ സാറിൻ്റെ പേരായിട്ടാണ് വരുന്നത്. അത് ഒരു ലൈഫ് ചേഞ്ച് ആയിരിക്കും എൻ്റെ. അതിനുള്ളൊരു വെയിറ്റിംഗിൽ നിൽക്കുക. എന്താണ് സിനിമയുടെ പേര്? മൂവിയുടെ പേര് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്തിട്ടില്ല. ഇപ്പം ഫെബ്രുവരി സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. ഒരു റിയൽ സ്റ്റോറിയാണത്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയാൻ തോന്നുന്നു, ഒരു ടീച്ചർ, ക്രൈം നടന്നൊരു ടീച്ചർ, ഒരു മരണപ്പെട്ടൊരു ടീച്ചറിനെ കുറിച്ചുണ്ടായിരുന്നു. ആ ടീച്ചറിൻ്റെ സ്റ്റോറിയാണ് വരുന്നത്. ആ ടീച്ചറായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അതിനെക്കുറിച്ചുള്ള ക്രൈം സ്റ്റോറിയായിട്ട്. അതൊരു എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും മനസ്സിലോട്ട് കയറാൻ പറ്റുന്ന ഒരു വലിയൊരു എൻട്രി തന്നെയാണ്. കാരണം ആ ടീച്ചർ അത്രത്തോളം എല്ലാവരുടെയും, ആ തമിഴ്നാട്ടിൽ എല്ലാവരുടെയും മനസ്സിൽ കയറിയ ഒരു ക്യാരക്ടറാണ്. അപ്പം അത് ചെയ്യാൻ പറ്റുന്നതിന് ഏറ്റവും വലിയ ഭാഗ്യം. അതിൻ്റെ ഒരു വെയിറ്റിങ്ങിലാണ് ഘട്ട. വ്ളോഗുകൾ കൂടുതലായി പരാമർശിക്കുന്നത് എത്തരം വിഷയങ്ങളാണ്? വ്ളോഗ് ഞാൻ അധികം വ്ളോഗൊന്നും ചെയ്യാറില്ല. സോഷ്യൽ മീഡിയയിൽ ഭയങ്കര കുറവാണ്. എല്ലാവരും വിചാരിക്കുന്നത് ഭയങ്കര സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് സജ്ന എന്നാണ് ഞാൻ അറിഞ്ഞത്. അയ്യോ അല്ലല്ലോ. ഞാൻ വർക്ക് ചെയ്ത് നമ്മൾ ഏഷ്യാനെറ്റിൽ വർക്ക് ചെയ്ത് ബിഗ് ബോസ് വർക്ക് ചെയ്തിട്ടുണ്ട്. അല്ലാതെ സോഷ്യൽ മീഡിയയിൽ ഞാൻ അത്ര വലിയ ആക്റ്റീവ് ഒന്നും അല്ല. കൊച്ചിയിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. കൊച്ചിയിൽ, ട്രിവാൻഡ്രം, കൊല്ലം ഇങ്ങനെ ഓടി നടക്കുകയാണ്. ഷട്ടിൽ അടിക്കുക. അതെ. അതർവൈസ് ജീവിതം സുഖം, ഹാപ്പി. പിള്ളേരെ, കുഞ്ഞ്, ഉമ്മി,
ഫാമിലിയിലായിട്ട്. എത്ര കുട്ടികളാ? 2 പേര്. എന്താ അവരുടെ പേരുകൾ? മോൻ റോവൽ, ഹുസൈൻ ബിൻ ഫിറോസ് എന്ന ഒഫീഷ്യൽ നെയിം. മോള് സൻഹ, മോള് 6th, മോൻ 3rd. രണ്ടുപേരെയും ഞങ്ങളുടെ അന്വേഷണം അറിയിക്കും. തീർച്ചയായിട്ടും സാർ, തീർച്ചയായിട്ടും. അശ്വമേധം കണ്ടിട്ടുണ്ടോ? തീർച്ചയായിട്ടും സാറിൻ്റെ ഞാൻ വലിയൊരു ഫാനാണ്. നല്ല രസമുണ്ട് കേട്ടോ, വസ്ത്രവും താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. മാലയും കമ്മലും ഒക്കെ താങ്ക് യു. നല്ല അണിഞ്ഞൊരുങ്ങിയ നല്ല ചന്തത്തിൽ ഉള്ള ആളുകളെ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. താങ്ക് യു. ചന്തം ഇല്ലാത്തവരെ കാണുമ്പോൾ സന്തോഷമില്ല എന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ. അല്ലെങ്കിൽ ചന്തം എന്നത് നമ്മുടെ വസ്ത്രത്തിലും ആഭരണത്തിലും മുഖത്തും മാത്രമല്ല അല്ലേ, മനസ്സിലാണ്. തീർച്ചയായിട്ടും അല്ലേ? തീർച്ചയായിട്ടും. സജനയുടെ ആ പുഞ്ചിരിയിൽ സജനയുടെ മനസ്സിന്റെ ചന്തവും ഉണ്ട്. താങ്ക് യു സാർ. പാട്ട് പാടുമല്ലേ? അയ്യോ ഇല്ല, ആരാ പറഞ്ഞു? ഡാൻസ് കുഴപ്പമില്ല. ഇപ്പം ഞാൻ കുറച്ചൊന്ന് ബാക്ക് വയലിഞ്ഞ് നിൽക്കുകയായിരുന്നു എല്ലാത്തിൽ നിന്നും ഭയങ്കരമായിട്ട്. ഇപ്പോൾ ഒന്ന് ഉന്മേഷത്തോടെ ഇറങ്ങുന്നതേ ഉള്ളൂ. ഞാനെല്ലാം എന്നെ കണ്ടിട്ടുള്ള ആൾക്കാർ, ഞാൻ ഡാൻസ് ഷോയിലൊക്കെ വന്നിട്ടുണ്ട്, അപ്പം റിയാലിറ്റി ഷോസൊക്കെ നിന്നിട്ടുണ്ട്. പക്ഷെ ആ ഒരു സജന അല്ല ഇപ്പം. എനിക്ക് പഴയ സജന ആയി വരുന്നതേ ഉള്ളൂ. കുറേ പ്രാക്ടീസൊക്കെ ഒന്നും ഇല്ലാതിരുന്നിട്ട് മൊത്തം പഴയ സജനയിൽ നിന്ന് ഭയങ്കര ഡിഫറെൻ്റാണ് ഇപ്പോൾ. പഴയതിലെ ഊർജം ഉൾക്കൊണ്ടും പഴയതിലെ വേദനകൾ ഉപേക്ഷിച്ചും ഒരു പുതിയ സജനയാകട്ടെ. തീർച്ചയായിട്ടും. ആദ്യത്തെ മേഖലയിലേക്ക് കടക്കാം. അറിയാമല്ലോ, ആദ്യത്തെ മേഖലയിൽ സജനയ്ക്കാണ് ജോലി, എനിക്കല്ല. യു ആർ ദ ഗ്രാൻഡ് മാസ്റ്റർ ഈ സെഗ്മെന്റിൽ. കം ലെറ്റ്സ് പ്ലേ ബി ദ ഗ്രാൻഡ് മാസ്റ്റർ വിത്ത് സജന നൂർ. സജന കണ്ടെത്തേണ്ട വ്യക്തിയെക്കുറിച്ചുള്ള ആദ്യത്തെ സൂചന ഇതാ. സജന കണ്ടെത്തേണ്ട വ്യക്തി MC ചഗ്ലയ്ക്ക് ശേഷം ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയായി. അതിനുശേഷം ആ വ്യക്തിക്ക് ശേഷം വിദേശകാര്യമന്ത്രിയായത് ദിനേശ് സിംഗ് ആണ്. അത്ര എളുപ്പമല്ല, അല്ലെങ്കിൽ ആ ഒരു ഇന്ത്യൻ പൊളിറ്റിക്കൽ ഹിസ്റ്ററിയിൽ താല്പര്യമുള്ള ഒരാളിനാണ് അത് എളുപ്പം. അടുത്ത ക്ലൂവിലേക്ക് പോവാം. സുപ്രിയ വിനോദ്, സരിത ചൗധരി, ലാറ ദത്ത, കങ്കണ റനൌട്ട്. അവരറിയാലോ, 4 ആക്ട്രസുകളാണ്. ഈ 4 പേരും സജന കണ്ടെത്തേണ്ട വ്യക്തിയായി വേഷമിട്ടിട്ടുണ്ട്. ഇല്ല. മൂന്നാമത്തെ സൂചന, സജന കണ്ടെത്തേണ്ട വ്യക്തി ഈ ലോകത്ത് നിന്ന് അപ്രത്യക്ഷമാകാൻ കാരണം ഈ 2 പേരാണ്. പ്രധാന കാരണക്കാർ സത്വന്ത് സിംഗ്, ബിയാന്ത് സിംഗ്. (1984) ഒക്ടോബർ മാസം 31 സജന കണ്ടെത്തേണ്ട വ്യക്തി ഭൂമിയിൽ നിന്ന് ഭൗതികമായി ഇല്ലാതാകാൻ കാരണക്കാരായത് ഈ ചിത്രത്തിൽ കണ്ട സത്വന്ത് സിംഗ്, ബിയാന്ത് സിംഗ് എന്നിവരാണ്. എനി ഐഡിയ? ഇല്ല. 4ാമത്തെ സൂചന, സജന കണ്ടെത്തേണ്ട വ്യക്തിയുടെ വിവാഹ ഫോട്ടോ, അവരുടെ മുഖം മാത്രം ഒന്ന് മറയ്ക്കാം. സജന കണ്ടെത്തേണ്ട വ്യക്തിയുടെ ഭർത്താവിൻ്റെ പേര് സജനയ്ക്ക് പരിചയമുള്ളൊരു പേരാണ്. ആ പേര് ഫിറോസ് എന്നാണ്. അവസാനത്തെ ക്ലൂ ആ വ്യക്തിയുടെ ശബ്ദം തന്നെ കേൾക്കാം. सब आपको बधाई देते हैं. यह एक ऐतिहासिक कदम है. मेरी ആരാണ്? ഇന്ദിരാഗാന്ധി. ശ്രീമതി ഇന്ദിരാഗാന്ധി. ശരിയാണ്. 3ാമത്തെ ക്വസ്റ്റ്യൻ തന്നെ എനിക്ക് നമ്മൾ ഈ പറയുന്ന കണക്ക് ഇവിടെ ഇരിക്കുമ്പം ഭയങ്കര നെർവസ് ആണ്. ആദ്യത്തെ സൂചന അവർ വിദേശകാര്യമന്ത്രിയായിരുന്നതിനെ കുറിച്ചാണ്. 2ാമത്തെ സൂചനയും അത്ര പ്രയാസമുള്ള ഒന്നായിരുന്നില്ല. ഇന്ദിരാഗാന്ധിയായി വേഷമിട്ടതാണ് ലാറ ദത്തയും സുപ്രിയ വിനോദും കങ്കണ റനൌട്ടും ഒക്കെ. 3ാമത്തെ സൂചന വളരെ എളുപ്പമായിരുന്നു. വർഷവും തീയതിയൊക്കെ പറഞ്ഞു. 1984 ഒക്ടോബർ 31 11 മണി പിന്നിട്ടപ്പോഴാണ് വീട്ടിൻ്റെ മുന്നിലേക്ക് നടന്നു വന്നപ്പോൾ സത്വന്ത് സിംഗ്, ബിയാന്ത് സിംഗ് എന്നീ അംഗരക്ഷകർ, കെഹാർ സിംഗ്, ബൽബീർ സിംഗ് എന്നീ മറ്റ് 2 പ്രതികളുടെ കൂടി ഗൂഢാലോചനയിൽ അവരെ വെടിവെച്ചു കൊല്ലുന്നു. അവർ 4 പേരെയും വധശിക്ഷയ്ക്ക് പിന്നീട് വിധിക്കുകയും ചെയ്തു. 4ാമത് ഞാൻ നൽകിയ സൂചന ഇന്ദിരാഗാന്ധിയും ഫിറോസ് ഗാന്ധിയും തമ്മിലുള്ള വിവാഹ ചടങ്ങിൻ്റെ ചിത്രമാണ്. 5ാമത് ഇന്ദിരാഗാന്ധിയുടെ ശബ്ദം കാണുകയുണ്ടായി. പക്ഷെ ആദ്യമേ ഞാൻ ആ മൂക്ക് കാണിച്ചിരുന്നു എങ്കിൽ പെട്ടെന്ന് ഉത്തരം പറഞ്ഞേനെ. അതെ, അല്ല എനിക്ക് ആക്ച്വലി നമ്മൾ ക്യാരക്ടർ ചെയ്യുന്നെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഏകദേശം പിടി കിട്ടിയായിരുന്നു. 4ാമതിൽ കൺഫേം ആണ്, പക്ഷെ പേര് വരുന്നില്ല സത്യം പറഞ്ഞാൽ. ഇത് ഇവിടെ ഇരിക്കുന്നതിൻ്റെ ഒരു സ്ട്രെസ്സും ഉണ്ട്. സത്യത്തിൽ നമ്മൾ ഈ സൗന്ദര്യം
അകത്താണെന്നൊക്കെ പറയും എങ്കിലും എൻ്റെ കുട്ടിക്കാലത്ത് ഇന്ദിരാഗാന്ധി മരിക്കുമ്പോൾ 84-ൽ എനിക്ക് 12 വയസ്സേ ഉള്ളൂ. ആ പ്രായത്തിലൊക്കെ ഏറ്റവും സുന്ദരിയായ സ്ത്രീ ആര് എന്നോട് ചോദിച്ചാൽ എനിക്കൊരു ഉത്തരമേ ഉള്ളൂ, അത് ഇന്ദിരാഗാന്ധി എന്നുള്ളതാണ്. സീരിയസ്ലി. ശ്രീ ജോ ആൻ്റണി, ഇന്ദിരാഗാന്ധി സത്യത്തിൽ വളരെ സുന്ദരിയായ ഒരാളായിരുന്നില്ലേ? In all ways and means. ഇൻ ഓൾവേസ് ഇറ്റ് മീൻസ്. എനിക്ക് വല്ലാത്തൊരു ആകർഷണീയത തോന്നിയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് അവരുടെ കാഴ്ച. ഒരു ലീഡർ എന്നുള്ള രീതിയിൽ അന്തർദേശീയ തലത്തിൽ വിദേശ നയത്തിൽ ഒക്കെ വളരെ ശക്തമായ നിലപാടുകളെടുത്ത ഇന്ത്യയിലെ ഏറ്റവും പവർഫുള്ളായ ഒരു പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും നമുക്ക്, പക്ഷേ അതർവൈസ് അപ്പോൾ എന്തായാലും ശ്രീമതി ഇന്ദിരാഗാന്ധിയെ കണ്ടെത്തി. അശ്വമേധം കളിക്കാൻ താങ്കൾ അർഹയായിരിക്കുന്നു. പക്ഷേ മൂന്നാമത്തെ സൂചനയിലൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ യു കുഡ് ഹാവ് പ്ലേഡ് ഇറ്റ് ഫോർ 50,000. ഇപ്പോൾ 10,000 രൂപയിലേക്ക്, 5ാം സൂചന ആയതുകൊണ്ട് 10,000 രൂപയിലേക്ക് എത്തുന്നു. സാരമില്ല. അനീഷ, അനീഷ ഇടയ്ക്ക് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇറങ്ങി ഓടിക്കളയും. ഓടിപ്പോകാതിരിക്കാൻ വേണ്ടി കഴുത്തിൽ നമ്മൾ കെട്ടൊക്കെ ഇട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അനീഷ. നൈസ്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ആദ്യ ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് കടക്കുന്നതിന് മുൻപ് സർ, ഈസ് ഇറ്റ് അപ്രൂവ്ഡ്? ആദ്യത്തെ 10 ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് യാഗം. സജന വിചാരിച്ച വ്യക്തി ഇന്ത്യൻ, യെസ്. മലയാളി, യെസ്. പുരുഷൻ, യെസ്. ജീവിച്ചിരിപ്പുണ്ടോ? യെസ്. 50 വയസ്സിന് മുകളിൽ പ്രായം? യെസ്. രാഷ്ട്രീയം, കല, സാഹിത്യം ഇതിലൊന്നാണോ പ്രധാനം? രാഷ്ട്രീയം. ചോദ്യം ഒന്നുകൂടി ഒന്ന് ആവർത്തിക്കും. രാഷ്ട്രീയം, കല, സാഹിത്യം അതേ പറഞ്ഞു. അപ്പോൾ രാഷ്ട്രീയം എന്ന് ചോദിച്ചു. ഓക്കെ. ഇല്ല. അത്ര കൺഫ്യൂഷൻ വരണമെങ്കിൽ അതേ അപ്പോൾ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നു അല്ലേ? ഇല്ല, അത് കറക്റ്റാണ്. രാഷ്ട്രീയം ഇല്ല. ഇല്ല. ഓ, ലിറ്ററേച്ചർ ആണ്. Yes. ചെറുകഥ, നോവൽ ഇതിലൊന്നാണോ? ഒന്നുകൂടി ആ ചോദ്യം ആവർത്തിക്കണം. സാഹിത്യം, ലിറ്ററേച്ചറാണോ പ്രധാനം? നോ. അല്ല. നോ നോ. രാഷ്ട്രീയം, കല, സാഹിത്യം ഇതിലൊന്നാണ്. രാഷ്ട്രീയ സാഹിത്യം അല്ല. നോ നോ നോ. അല്ല. അപ്പം കലയാണ് എന്ന് മനസ്സിലായി. പെർഫോമിംഗ് ആർട്ടാണ് നോ. അദ്ദേഹത്തിൻ്റെ കലാരൂപം. പെർഫോമിംഗ് ആർട്ടിൻ്റെ കൂട്ടത്തിൽപ്പെട്ടതാണോ? അല്ല, അതൊന്ന് പറഞ്ഞു കൊടുക്കും. പറഞ്ഞു കൊടുക്കും. പെർഫോമിംഗ് ആർട്ട്, സംഗീതം, ഉപകരണ സംഗീതം, നാടകം, സിനിമ, പ്രസംഗം, കഥാപ്രസംഗം, ഇതൊക്കെ നൃത്തം, ഇതൊക്കെ പെർഫോമിംഗ് ആർട്ടാണ്. പെർഫോമിംഗ് ആർട്ടാണ്. സംഗീതം, ഉപകരണ സംഗീതം ഇതിലൊന്നാണോ? ആണ്. ഒരു ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിഷ്യൻ. 10 ചോദ്യങ്ങൾ. അല്ലാതെ അതൊന്നും കൂടി അതൊന്ന് വ്യക്തമാക്കി കൊടുക്കണം. അദ്ദേഹം ഒരു മ്യൂസിഷ്യനാണോ പ്രധാനമായും എന്ന് ചോദിച്ചു. അതേ ഇൻസ്ട്രുമെന്റൽ മ്യൂസിഷ്യൻ ആണോ എന്നുള്ളൊരു ചോദ്യം. പാട്ടുകാരനോ ഉപകരണ സംഗീതം വായിക്കുന്ന ആളോ ആണോ പ്രധാനമായി? നോ നോ നോ. സംഗീതമല്ല. സംഗീതം തന്നെയാണ്, പക്ഷെ അതിന്റെ അതിനകത്തൊരു മേഖല, ഇതെല്ലാം ചേർന്നുള്ളൊരു മേഖല തന്നെയാണ്. എല്ലാം ചേർന്ന്. സിനിമയാണോ? സിനിമയുമായി റിലേറ്റഡ് ആണോ? അതുമായിട്ടും റിലേറ്റഡ്. ഹീസ് എ പെർഫോമർ. എന്നുള്ളതല്ല. പെർഫോമർ ആണോ ക്രിയേറ്റർ ആണോ എന്നാണ് ചോദ്യം. ക്രിയേറ്റർ ആണ്. അതായത് പെർഫോമിംഗ് ആർട്ടാണ്, പക്ഷെ ഇയാൾ പെർഫോമർ അല്ല. 10 ചോദ്യങ്ങൾ യജ്ഞം. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രധാന ഐഡന്റിറ്റി സിനിമ എന്ന് പറയാം. പക്ഷെ അയാൾ പെർഫോമർ അല്ല, നടനോ അങ്ങനെയൊന്നും അല്ല. ദാറ്റ് മീൻസ് ക്രിയേറ്റർ. സംവിധായകനാണോ? ഡയറക്ടറാണോ? 50-ലേറെ സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഏരിയ ഓഫ് പ്രോമിനൻസ് തന്നെയാണോ ഈ ചോദ്യങ്ങളൊക്കെ? അതെ. അശ്വമേധത്തിൽ അത് മാത്രമല്ലേ സർ ചോദിക്കൂ? അശ്വമേധത്തിൽ ചോദിക്കുന്നത് അപ്പോൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു സംഗീതമാണ് മേഖല എന്ന്. അതിനുശേഷം പിന്നെ സംവിധാനം ആണോ എന്ന് ചോദിക്കുന്നതിനകത്ത് ആ ചോദ്യം അലൗഡ് അല്ല. അത് സംഗീതമാണ് മേഖല എന്ന് പറഞ്ഞു. പറഞ്ഞു. പിന്നെ സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത് സംഗീതമാണ് മേഖല. അത് കൂടുതൽ കൺഫ്യൂസ് ചെയ്യും.
സംഗീതമാണ് മേഖല എന്ന് പറഞ്ഞിട്ടില്ല. സംഗീതമാണോ? പറഞ്ഞു. സംഗീതവും ഉണ്ട് എന്നാണ് പറഞ്ഞത്. അല്ല അല്ല, അത് തന്നെയാണ് പറഞ്ഞത്. അതായത് സിനിമയുമായി ബന്ധമുണ്ട് എന്നാണ് പറഞ്ഞത്. പ്രധാന പ്രവർത്തന മേഖല സിനിമയല്ല. അപ്പോൾ സിനിമയായിട്ട് നല്ല ബന്ധം ഉണ്ട്. അതെ സർ, സിനിമയുമായി ബന്ധപ്പെട്ട ഒരു മേഖലയാണെന്ന് പറഞ്ഞു. സംഗീതമാണോ എന്ന് ചോദിച്ചപ്പോൾ സംഗീതവുമായി ബന്ധപ്പെട്ട മേഖലയാണെന്ന് പറഞ്ഞു. സിനിമ എന്നത് സിനിമയിൽ അഭിനയവും സംഗീതവും ഡയറക്ഷനും സ്ക്രിപ്റ്റ് റൈറ്ററും ടെക്നീഷ്യൻസും എല്ലാം ചേർന്നതാണ് സിനിമ. ആ സിനിമയിൽ അദ്ദേഹത്തിന്റെ പ്രധാന മേഖല സിംഗറാണെന്നോ മ്യൂസിക് ഡയറക്ടറാണെന്നോ പറഞ്ഞിട്ടില്ല. സംഗീതമാണെന്നോ അല്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് എന്നേ പറഞ്ഞുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, സംവിധാനമാണോ പ്രധാനം, മൂവി ഡയറക്ടർ എന്നതാണോ പ്രധാനം സിനിമയിൽ? ആണോ? ഡയറക്ടറാണ്. ഇപ്പോൾ നമ്മൾ പ്രിയദർശൻ എന്ന് പറയുന്നത് പോലെ ഡയറക്ടർ, പ്രിയദർശൻ അറിയപ്പെടുന്ന ഡയറക്ടർ എന്നുള്ള രീതിയിലാണ്. പക്ഷെ അങ്ങനെയല്ല അറിയപ്പെടുന്നത്. അല്ല. അപ്പോൾ അദ്ദേഹം പ്രധാനമായി കൈകാര്യം ചെയ്യുന്ന മേഖല സിനിമയിൽ സംവിധാനം അല്ല എന്നാണ് പറഞ്ഞത്. അല്ല. അത് പറയൂ. ഞാൻ ചോദിക്കുന്നത് അദ്ദേഹത്തെ അംഗീകരിക്കാൻ എന്താണോ കാരണം, അദ്ദേഹത്തെ നിങ്ങൾ അറിയുന്നത് എങ്ങനെയെന്നുള്ളതിനെ കുറിച്ചാണ്. അദ്ദേഹത്തിന് ഒരുപാട് മേഖലകൾ കാണും അല്ലേ? സംഗീതത്തിലോട്ട് തിരിച്ചു വരാം. ഗായകൻ, സംഗീത സംവിധായകൻ, ഇതിലൊന്നാണോ അദ്ദേഹത്തിൻ്റെ പ്രധാന മേഖല? ഏറ്റവും പ്രധാനപ്പെട്ട മേഖല സിംഗർ അല്ലെങ്കിൽ മ്യൂസിക് ഡയറക്ടർ എന്നുള്ളതാണോ? അല്ല. 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 സ്ക്രിപ്റ്റ് റൈറ്റർ എന്നുള്ളതാണോ? അല്ല. കേരളത്തിനകത്ത് തന്നെയല്ലേ, മലയാള സിനിമകളിൽ തന്നെയല്ലേ പ്രധാനമായും പ്രവർത്തിക്കുന്നത്? അല്ല. പക്ഷേ മനോജ് നെല്ലിയാട്ട് ശ്യാമളൻ എന്ന എൻ ശ്യാമളനൊക്കെ ഡയറക്ടോറിയൽ സ്ക്രിപ്റ്റും ഡയറക്ടോറിയലുമാണ് പ്രധാന പ്രശസ്തി. ഇത് അതല്ല പ്രധാനമെന്ന് പറഞ്ഞു. രാജസൂയം. ഇന്റർനാഷണൽ അവാർഡ്സ് കിട്ടിയിട്ടുണ്ടോ? എനിക്ക് സജിന പറഞ്ഞ, ഞാൻ വിചാരിക്കുന്ന, ഞാൻ കണ്ടെത്തിയെന്ന് ഞാൻ കരുതുന്ന ആളാണെങ്കിൽ സജിന പറഞ്ഞ ഉത്തരങ്ങളോടും അതിനോട് ജൂറി പ്രതികരിച്ച രീതിയോടും 1% പോലും ഞാൻ യോജിക്കുന്നില്ല. ഞാൻ കണ്ടെത്തിയ ആളാണ് സജിനയുടെ മനസ്സിലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മേഖല ഈ പറഞ്ഞ ഒന്നുമല്ല. മനസ്സിലായില്ലേ? നോക്കാം. അതാണോ എന്ന് ഉറപ്പിക്കാൻ വേണ്ടി. സജിന കൊല്ലംകാരിയാണെന്നല്ലേ പറഞ്ഞത്? സജിന വിചാരിച്ച ആൾ കൊല്ലംകാരനാണോ? സജിന വിചാരിച്ച ആളിൻ്റെ പ്രശസ്തിക്ക് കാരണമായ മേഖല അക്വസ്റ്റിക്സ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ സൗണ്ട് എഞ്ചിനീയറിംഗ് ആണോ? ആണ്. അദ്ദേഹം മ്യൂസിക് ഡയറക്ടറോ ഡയറക്ടറോ എന്നുള്ളതൊന്നും അല്ല കേട്ടോ. ഡയറക്ടറാണ് മെയിൻ അറിയപ്പെടുന്നത്. മെയിനല്ല, ബാക്കി എല്ലാം അപ്രസക്തമാണ്. അതൊന്നും പ്രാധാന്യമുള്ള കാര്യങ്ങളല്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഗാന്ധിജിയെ മനസ്സിൽ വിചാരിക്കുകയും നിങ്ങൾ വിചാരിച്ച വ്യക്തിയുടെ പ്രധാന പ്രശസ്തി പ്രൊഫഷൻ ആണോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം അഡ്വക്കേറ്റ് ആയിരുന്നു എന്നുള്ളത് കൊണ്ട് അതേ എന്ന് പറയുകയും ചെയ്യുന്നത് പോലുള്ള ഒരു തെറ്റാണത്. താങ്കൾ വിചാരിച്ച വ്യക്തി ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ഏറ്റവും വലിയ അഭിമാന ഗോപുരമായി മാറിയ റസൂൽ പൂക്കുട്ടിയാണ് മനസ്സിലെങ്കിൽ റസൂൽ പൂക്കുട്ടിയുടെ പ്രധാന പ്രശസ്തി ഇതൊന്നുമല്ല. അദ്ദേഹം സൗണ്ട് എഞ്ചിനീയറിംഗ് എന്നുള്ളത് തന്നെയാണ് കേട്ടോ. ശബ്ദമിശ്രണം എന്നുള്ളത് തന്നെയാണ്. മ്യൂസിക്കും സംവിധാനവും ഒന്നുമല്ല അതൊക്കെ. അദ്ദേഹം ഇനി മറ്റെന്തെല്ലാം കൈവരിച്ചാലും അദ്ദേഹത്തിൻ്റെ ലോകത്തെ ഏറ്റവും ഉന്നതമായ പുരസ്കാരത്തിലേക്ക് അദ്ദേഹത്തിന് എത്തിച്ചത്, ഓസ്കാറിൻ്റെ തിളക്കം മലയാള നാട്ടിലേക്ക് കൂടി എത്തിച്ചത് അദ്ദേഹത്തിൻ്റെ അനന്യമായ ശബ്ദമിശ്രണ പ്രതിഭയാണ് കേട്ടോ. അനീഷ പ്ലീസ്. ഒരുപാട് കൺഫ്യൂസ്ഡ് ആയി. എനിക്ക് മൊത്തത്തിൽ എനിക്കെന്താട്ടെ ക്വസ്റ്റ്യൻ ആണെന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് പേടി. അവൻ്റെ സ്കൂളിൽ 10th പഠിക്കുമ്പോൾ നമ്മൾ എക്സാമിന് എഴുതുമ്പോൾ ഒരു ടപ്പ് ഇടിപ്പുണ്ടല്ലോ, അത് വിയോജിപ്പുണ്ട്. അതായത് റൈറ്റ് ട്രാക്ക് തുടങ്ങിയത് അവിടെ നിന്ന് ഉള്ള ചോദ്യങ്ങൾ ഗ്രാൻഡ് മാസ്റ്റർ വീണ്ടും വീണ്ടും കോംപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ട് അങ്ങ് ആ ട്രാക്ക് തെറ്റി എന്ന് പറയുന്നത് അങ്ങേക്ക് പറഞ്ഞോട്ടെ അങ്ങേക്ക്
നമ്മുടെ സജിന വിചാരിച്ച ആളിൻ്റെ പേര് എഴുതി തന്നതുകൊണ്ടും ആ വിചാരിച്ച ആളിനെ അറിയാം എന്നുള്ളത് കൊണ്ടും ആ ആളിലേക്ക് എത്താൻ ഇങ്ങനെയല്ലല്ലോ ചോദിക്കേണ്ടതെന്നുള്ളതാണ്. എനിക്ക് സജിന വിചാരിച്ചത് ആരെയെന്നറിയില്ല. സജിന വിചാരിച്ചത് ആരെയെന്നറിയാത്ത എനിക്ക് പല രീതികളിലുള്ള ചോദ്യങ്ങളിലൂടെ മാത്രമേ ഒന്നിനൊക്കെ എന്താണെന്ന് കണ്ടുപിടിക്കാൻ അന്വേഷിക്കാൻ കഴിയൂ. സുമേധത്തിന്റെ നിയമം അനുസരിച്ച് നമ്മൾ സിനിമ എന്നുള്ള ഒരു മേഖലയാണെങ്കിൽ നമ്മളത് അപ്രൂവ് ചെയ്യില്ല. അതെ, പിന്നീട് വീണ്ടും സിനിമ സംവിധാനമാണോ പ്രോമിനന്റ് ഏരിയ സിനിമയാണ് മേഖല എന്ന് പറയുമ്പോൾ അതൊരു ഡയറക്ടറുടെ അല്ല. അവിടെയാണ് ആ ചോദ്യത്തിൽ സിനിമയാണോ മേഖല എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ലല്ലോ. എന്തുകൊണ്ടില്ല? നമ്മൾ അപ്രൂവ് ചെയ്യില്ല. സിനിമയാണല്ലോ അദ്ദേഹത്തിന്റെ മേഖല. സിനിമ എന്ന് പറയുമ്പോൾ സൗണ്ട് എഞ്ചിനീയറിംഗ് ഈസ് എ ഡിഫറെന്റ് സൗണ്ട് എഞ്ചിനീയറിംഗ് ഡിഫറെന്റ് വെർട്ടിക്കൽ ഓൾ ടുഗദർ. സൗണ്ട് എഞ്ചിനീയർമാർ സാങ്കേതികമായ സിനിമയിൽ മാത്രമല്ലല്ലോ സൗണ്ട് എഞ്ചിനീയറിംഗ് വരുന്നത്. സൗണ്ട് എഞ്ചിനീയർ എന്നുള്ള രീതിയിലുള്ള സാങ്കേതിക വൈദഗ്ധ്യമല്ല റസൂൽ പൂക്കുട്ടിയുടെ പ്രത്യേകത. റസൂൽ പൂക്കുട്ടിയുടെ പ്രത്യേകത ഇന്ത്യൻ സിനിമയിലെ ബെസ്റ്റ് സൗണ്ട് എഞ്ചിനീയർ എന്നുള്ളതാണ്. ലോക സിനിമയിലെ സിനിമ തന്നെയാണ് റസൂൽ പൂക്കുട്ടിയുടെ പ്രശസ്തിയുടെ കാരണം സർ. അദ്ദേഹത്തിൻ്റെ ജീവിതവും ഡ്രീമും പാഷനും മുഴുവൻ സിനിമയാണ്. നമുക്ക് അപ്രൂവ് ചെയ്യാൻ സാധിക്കില്ല. സിനിമയാണ് ആണ്. സിനിമയിൽ അപ്രൂവ് ചെയ്യാം. നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? സിനിമ എന്നതിനപ്പുറമുള്ള മാസ്ട്രോസ് അല്ലേ. ഇപ്പോൾ സത്യജിത് റേ സിനിമാ സംവിധായകനാണ് എന്നുള്ളതുകൊണ്ട് സത്യജിത് റേ അംഗീകരിക്കാതിരിക്കില്ലല്ലോ. റസൂൽ പൂക്കുട്ടി അംഗീകരിച്ചതിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. അദ്ദേഹം അംഗീകരിക്കപ്പെടേണ്ട ആളാണ്. പക്ഷെ സിനിമയാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് ആരാണെന്ന് അറിയാൻ എനിക്ക് കണ്ടുപിടിക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ മേഖല സംവിധാനമാണോ സംഗീതമാണോ? ആ സംഗീതം എന്ന് പറഞ്ഞതുകൊണ്ടാണ് എൻ്റെ മനസ്സിൽ ഒരേ സമയം സംഗീതവും സിനിമയുമുണ്ട്, മറ്റു ചില കാരണങ്ങളും ഉണ്ടാകാം എന്ന് കരുതിയുള്ള ആളുകളിലേക്കാണ് ഞാൻ പോകുന്നത് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് അടക്കമുള്ള ആളുകളിലേക്കാണ് എൻ്റെ മനസ്സ് സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. എനിക്കത് ചോദിക്കാതിരിക്കാൻ കഴിയില്ല. റസൂൽ പൂക്കുട്ടി ചലച്ചിത്ര വ്യവസായ മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച സൗണ്ട് ഡിസൈനർ, സൗണ്ട് എഡിറ്റർ, സൗണ്ട് മിക്സർ, മികച്ച ശബ്ദ മിശ്രണത്തിനുള്ള ഓസ്കാർ പുരസ്കാരം, ബാഫ്റ്റ പുരസ്കാരം എന്നിവ നേടിയിട്ടുണ്ട്. പൂനെയിലെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയിൽ നിന്നും 1995 ബിരുദം നേടി. കൊല്ലം ജില്ലയിലെ അഞ്ചൽ വിളക്കുപാറ സ്വദേശിയായ റസൂൽ ഹോളിവുഡ്, ഹിന്ദി, മലയാളം എന്നീ ഭാഷകളിലെ ചലച്ചിത്രങ്ങൾക്ക് ശബ്ദമിശ്രണം നിർവഹിച്ചിട്ടുണ്ട്. അക്കാദമി ഓഫ് മോഷൻ പിക്ചേഴ്സ് ആൻഡ് സയൻസസ് ശബ്ദമിശ്രണത്തിലുള്ള അവാർഡ് കമ്മിറ്റിയിലേക്ക് റസൂൽ പൂക്കുട്ടിയെ തിരഞ്ഞെടുത്തിരുന്നു. ഈ പദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ ഏഷ്യക്കാരനാണ് റസൂൽ. 2008 പുറത്തിറങ്ങിയ സ്ലം ഡോഗ് മില്യനെയർ എന്ന ചിത്രത്തിലെ ശബ്ദമിശ്രണത്തിന് റസൂൽ പൂക്കുട്ടിക്ക് ഓസ്കാർ അവാർഡ് ലഭിച്ചു. സൈനാനൂർ, അമ്മയോട് അന്വേഷണം അറിയിക്കണം. അമ്മയുടെ പേര് നൂർജഹാൻ എന്നാണ്. നൂർജഹാൻ നല്ല പേരാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഈ പ്രേക്ഷകർക്ക് വേണ്ടി സജിന ഞങ്ങളോട് പ്രോമിസ് ചെയ്ത കുറച്ച് ചുവടുകൾ ഈ വേദിയിൽ. റെഡി? ക്ഷമിക്കണം കേട്ടോ, എനിക്ക് സജിനയുടെ നൃത്ത ചുവടുകൾക്ക് വേണ്ടി അശ്വമേധത്തിൻ്റെ പ്രേക്ഷകർ കാത്തിരിക്കുന്നു. ഗുഡ് നൈറ്റ്. അശ്വമേധത്തിൽ പങ്കെടുക്കാം. ബയോഡേറ്റ അയക്കേണ്ട വിലാസം ashwamedham@kairalitv.in.